മസിൽ വന്നല്ലേക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ അണ്ടർആംസ് ഞാൻ കാണിച്ചു തരട്ടെ, ഇവിടെ പിക്ക് കാണിച്ചു തരട്ടെ. അതുമാതിരിയായിരുന്നു എൻ്റെ പ്രഗ്നൻസി ടൈമിൽ. അതൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപാട് പാടുപെടുന്നു നമ്മൾ പെടുട്ടാറ്. ഹലോ, നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. അതും നമുക്കൊരു വീക്കിലി വൺസ്, അതായത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ ചെയ്യണ സ്കിൻ കെയർ റുട്ടീനാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൺഡേ ഒക്കെ ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് കുറച്ച് സമയം, ഒരു 10-15-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റണതാട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ പിള്ളേരും അച്ഛനൊക്കെ കൂടി ഒന്ന് അമ്മു ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന ദിവസമാണ്. അപ്പോൾ അവളെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാം, പാറും അച്ഛനൊക്കെ. അപ്പോൾ ഞാനിവിടെ ഫ്രീ ആയിട്ടിരിക്കുക. ആക്ച്വലി ഞാൻ കുളി കഴിയണേ മുന്നേ ചെയ്തിട്ട് പിന്നെ കുളിച്ച് വന്നിട്ട് ബാക്കി സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കണ കാരണം നമുക്കതങ്ങനെ ഒരൊറ്റ ക്ലിപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പോയി കുളിച്ചു, തലയും മേലൊക്കെ ഒന്ന് കുളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തേച്ചിന്ന് സൺഡേ അല്ലേ, അപ്പോൾ തന്നെ സമാധാനമായിട്ട് എണ്ണയൊക്കെ തേച്ച്. പിന്നെ ഇന്ന് ജിമ്മില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണീറ്റ്. പക്ഷെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 11-20 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം ഞാൻ ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഇവിടെ നിലാസർപ്സിൻ്റെ നമ്മുടെ ന്യൂട്രിലിച്ച് ഫേസ് വാഷ് എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് നീമും അതുപോലെ തന്നെ നമ്മുടെ റെഡ് സാൻഡൽവുഡ്, അതായത് നമുക്ക് ആര്യവേപ്പും പിന്നെ നമ്മുടെ രക്തചന്ദനക്കില്ല, അതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ പിമ്പിളിൻ്റെ മാർക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ കുരുവിൻ്റെ പാടൊക്കെ നമ്മൾ രക്തചന്ദനം മഞ്ഞളൊക്കെ അരച്ചിടുന്നത്. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ പറ്റാത്തവർക്കൊക്കെ വളരെ നല്ലത് അത് ഇതാട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഫേസ് ജസ്റ്റ് വെറുതെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ കുറച്ച് ഫേസ് വാഷ്, ഇത് വന്നിട്ടൊരു എന്താ പറയുക ജെൽ ടൈപ്പാണ്. ഇങ്ങനെ ഒരു കണ്ടില്ലേ കൺസിസ്റ്റൻസി, ഇങ്ങനെ ഒരു വെള്ളം പോലെ കേട്ടോ. നമുക്കിത് ജെൻസിനും ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫേസിൽ എപ്പോഴും ഇത് കഴുകാം. എന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇടാം. കാരണം നമ്മൾ ഇന്നലെ കിടന്നുറങ്ങി എണീറ്റിട്ട് ഞാൻ വെറുതെ ഒന്ന് മുഖം കഴുകിയിട്ടേ ഉള്ളൂ, ബ്രഷ് ചെയ്തിട്ട് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഫേസ് വാഷ് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തലേദിവസം നമ്മൾ ക്രീം ഇട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. പിന്നെ എന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്ത് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച കാരണം ഇപ്പം നെക്കിലിടുന്നില്ല, എന്നിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ നമ്മളിതേ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒന്ന് തുടച്ചിട്ട് ജസ്റ്റ് ഒരു വെള്ളം നനവ് പോകാൻ വേണ്ടി മാത്രം തുടച്ചിട്ട് ഞാൻ ഈ ഫേസ് പാക്കാണ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ലൊരു ഫ്ലഫി ആയിട്ട് ഇങ്ങനെ ഇരിക്കണത്. പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 4 സ്പൂണ് നമ്മുടെ ഗോതമ്പ് പൊടി എടുക്കാം. ഇത് നമുക്ക് സ്കിൻ നല്ലോണം സ്മൂത്ത് ആക്കും, സ്കിന്ന് നല്ല ഈവൻ ടോൺ ആക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മുട്ടയുടെ വെള്ള കേട്ടോ. മുട്ടയുടെ വെള്ള കുറച്ചും കൂടി ടൈറ്റനും നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കും. പിന്നെ ബ്രൈറ്റനിങ്ങിനും നല്ലതാ. പിന്നെ കുറച്ച് തൈരാണ്, അത് നമുക്ക് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും. ഒരു ചെറിയൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും. അതിപ്പോൾ വീക്കിലി വൺസ് ഒക്കെ ഒരു സ്കിൻ പാമ്പറിങ് റുട്ടീൻ മാതിരിയൊക്കെ ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു ഫ്ലഫി മാതിരി ഇങ്ങനെ ആ ഒരു പരുവത്തിൽ ഇരിക്കുക. കാരണം എഗ് ബൈറ്റ് ഉള്ളതുകൊണ്ട് ഇത് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാം, അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എടുത്ത് വയ്ക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇപ്പം ചെറിയൊരു നനവുണ്ട്, ഇപ്പം നനവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം എൻ്റെ ഫേസിൽ അങ്ങനെ പ്രശ്നങ്ങളോ കുരുക്കളോ ഒറ്റ പാടുമില്ല. കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. എനിക്കങ്ങനെ പീരിയഡ്സ് എൻ്റെ സമയത്ത് എന്തെങ്കിലും കുരു വരാറില്ല. ഇനിയിപ്പോൾ ഒരു കുഞ്ഞു കുരു വന്നാൽ തന്നെ അത് പെട്ടെന്ന് അതിൻ്റെ ഒരു പാട് പോലും ഇല്ലാണ്ട് പോവും. നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയും നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൊണ്ടാട്ടോ അങ്ങനെ വരുന്നത്. അപ്പോൾ സ്കിൻ കെയർ മാത്രമല്ല, പിന്നെ ഈ ഫേസ് പാക്കൊക്കെ കാണിക്കുമ്പോൾ ഞാനിപ്പോൾ കുറേ കാലമായാലും കാണിച്ചിട്ട് ഇപ്പം ഇങ്ങനെ കാണിക്കാത്തത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഫേസ് പാക്ക് കാണിക്കുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ തട്ടിപ്പുകാരിയാന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാറില്ല. ഇനിയിപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ആർക്കെങ്കിലുമൊക്കെ ഒരു ദ്രോഹമായിട്ടാണ് തോന്നണതെന്നുണ്ടെങ്കിൽ ഞാനതാണ് അധികം ചെയ്യാത്തത്. എനിക്കത് താല്പര്യമില്ലാത്ത ഒരാളാണ്. സമാധാനപരമായ ജീവിതവും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്ത, അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ കുറേ ആയി ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാണ്. അപ്പോൾ പിന്നെ വെറുതെ ഒന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് അങ്ങനെ പറയണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ എന്താ പറയുക ഇങ്ങനെ വന്നിട്ട് കുളിച്ചതാണ്, എന്നാലും മേത്ത് പോയി. സാരില്ല, ഞാൻ കുളി കഴിഞ്ഞ മുന്നേ ഇതൊക്കെ ചെയ്യാറ്, ഇങ്ങനെയൊക്കെ വീണ കാരണേ. അപ്പോൾ പ്രൊഡക്റ്റുകൾ ഒരുപാട് ഒന്നിന് പുറകെ ഒന്നായി ചെയ്യുന്നവരൊക്കെയാണ് ഭയങ്കര എന്താ പറയുക, എല്ലാവരും അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ
എനിക്കതിൽ വിഷമവുമില്ല. കാരണം ഞാൻ ഇങ്ങനെ വരും അല്ലെങ്കിൽ എന്നെ നാലാൾ അറിയും, എനിക്കിങ്ങനെ സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയാണോ ചെയ്യണത് അതൊക്കെ തന്നെ ഞാനും ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും താല്പര്യമില്ല. പിന്നെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഞാൻ ചെയ്യാറുണ്ടില്ല എന്ന് പറയണില്ല. പക്ഷെ ഞാൻ അവരോട് പറയാം എനിക്ക് നേരത്തെ കൂട്ടി പ്രൊഡക്റ്റ് വേണം. എന്നെ ഒരാൾ വന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് നേരത്തെ പ്രൊഡക്റ്റ് വേണം, അതെങ്ങനെയുണ്ട് എന്താണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുക. അത് ഉള്ള കാര്യം കേട്ടോ. അത് എന്നെ എൻ്റെ അടുത്തേക്ക് വരുന്ന മലയാളി എന്താ പറയുക കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടി മലയാളികൾ വരുന്നവർക്ക് വരെ അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ അവരോട് എടുത്ത് പറയും ഞാൻ ഇന്ന പോലെയൊക്കെ ചെയ്യുക, ഞാൻ എല്ലാം അങ്ങനെ ചെയ്യാറില്ല എന്നൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അത് അവർക്ക് അറിയാൻ പറ്റും എന്നെ വന്ന് സമീപിക്കുന്നവർക്ക്. ഞാൻ അങ്ങനെ ചവറുമാതിരി എല്ലാ പ്രൊഡക്റ്റും ചെയ്യുന്ന ആളല്ല. അപ്പോൾ ദേ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്കിലും കൂടി ഇടേണ്ടതാണ്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇനി അടുത്തത് കുളിക്കണേ മുന്നേ ഒരു ദിവസം ഇടണം. അപ്പോൾ ഇതേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല മഴക്കാരാട്ടോ ഇവിടെ. ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് നിന്ന് ക്യാമറ വെച്ചിട്ടുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കണേ. ഒരു ലൈറ്റോ മറ്റോ ഒന്നുമില്ല, ജസ്റ്റ് നാച്ചുറൽ ലൈറ്റാണ്. എന്താ ഉള്ളത് വെച്ചാൽ അതും ഇവിടെ ഇങ്ങനെ ഒരു ഷെയ്ഡും ഉണ്ട് മുകളിൽ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റും കുറവാണ്. നമുക്ക് എന്തായാലും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നല്ല മഴയും വരുന്നുണ്ട്. ക്യാമറ എടുത്ത് ഓടേണ്ടി വരുന്ന തോന്നണേ, ക്യാമറ നനയും. അല്ലെങ്കിൽ ക്യാമറ നമുക്ക് അവിടെ നിന്നൊരു തട്ട് വെച്ചിട്ടുണ്ടെങ്കിലും വെള്ളം അങ്ങനെ തെറിക്കും. നിലത്തേക്ക് വീണ വെള്ളങ്ങളില്ല, ക്യാമറ നമുക്ക് തെറിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ദേ ഫേസ് പാക്ക് ഇട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സെൻസസിൻ്റെ ടീം വന്നു കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഫേസിൽ വെച്ചേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ചിട്ടാണ് അവരോട് സംസാരിച്ചത്. ചില സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ എഗ് വൈറ്റ് ആയതുകൊണ്ട് വല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കണ്ട. പിന്നെ കുറേ പേര് പറയലുണ്ട് ഡേ ലൈറ്റിലൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഡേ ലൈറ്റ് പോലും ഇല്ലാത്തപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യണത് കേട്ടോ. നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. നല്ല മഴക്കാര് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. മഴ പെയ്യും, സൗണ്ട് കേൾക്കുന്നുണ്ടാവാമോ മഴ പെയ്യുന്നുണ്ട്. മഴ പൊടിയുണ്ട്. നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇങ്ങനെയാണ്. നല്ല എന്താ പറയുക സ്മൂത്തായിരിക്കും സ്കിന്ന്. കണ്ടില്ലേ? ഇപ്പം എൻ്റെ സ്കിന്നിത് ഇങ്ങനെയാണ്. അത്രയും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. കുറച്ചും താഴ്ത്തി വയ്ക്കട്ടെ ക്യാമറ. ഓക്കെ, ഒന്നുകൂടി നന്നായിട്ട് കഴുകിയിട്ട് വരാം, കാരണം ഇത് ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഞാൻ നെക്കും കൂടി ഒന്ന് വെറുതെ കഴുകിട്ടോ. നമ്മൾ ചെയ്യാൻ പോണത് ടോണറാണ്. നിലാസെർപ്സിൻ്റെ ടെൻഡർ കോക്കനട്ട് ടോണറാണ്. ഇത് നമുക്ക് മെയിനായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയത് ആക്നെ മാർക്ക് അങ്ങനത്തെ സ്കിൻ ക്ലിയർ ആവാണ്ടിരിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാം. എസ്പെഷ്യലി അവർക്ക് നല്ല ഗുണം ചെയ്യും. കാരണം ഇതിൽ സീ സാൾട്ടും ടെൻഡർ കോക്കനട്ടും ഒക്കെ ഉണ്ട്. സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ്. ഇതിൻ്റെ 2 ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് 500 ml 200 ml വരുന്നുണ്ട്. ഇത് 500 ml കേട്ടോ. അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ നേരത്ത് ഞാൻ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റിൻ്റെ കാര്യം കാണിച്ചു തരാം. ഇത് വന്നിട്ട് നമ്മുടെ ടിൻറ്റഡ് ലിപ് ബാം ആട്ടോ. ടിൻറ്റഡ് ലിപ് ബാമിനെ മുന്നേ എനിക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത് നമ്മുടെ നോൺ ടിൻറ്റഡ് ഹെർബൽ ലിപ് ബാം ആണ്. അതായത് നമ്മുടെ ഹെർബൽ ഇൻഗ്രീഡിയൻസ്, ഒരുപാട് ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം അത് കാച്ചിയെടുത്ത് അതിൽ നിന്ന് ആ കാച്ചിയ ഒരു മിക്സ് നമ്മൾ ബട്ടറുകളിൽ ആഡ് ചെയ്ത് നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഇത് വന്നിട്ട് നോൺ ടിൻറ്റഡ് ആണ്, കളറൊന്നുമില്ല. നമ്മുടെ നിലാസെർപ്സിൻ്റെ നമുക്ക് എന്തെങ്കിലും പിഗ്മെന്റേഷനോ നമുക്ക് നമ്മുടെ ലിപ്സ് ഇങ്ങനെ ഡ്രൈ ആവുക, ചാപ്ഡ് ലിപ്സ്, പിഗ്മെന്റേഷൻ, ചുണ്ടിലെ കറുപ്പ്, ഇതൊക്കെ മാറിയത് ഹെൽപ്പ് ചെയ്യുന്നത് ഇതാട്ടോ. ഇത് ഞാൻ നൈറ്റാണ് ഇപ്പോൾ ഇടാറ്. നൈറ്റ് 2 നേരം ഇടാം. പക്ഷെ ഇപ്പം നമുക്ക് ടിൻറ്റഡ് ലിപ് ബാം ഉള്ള കാരണം പകൽ ചിലപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു ടിൻറ്റ് കിട്ടാൻ. ടിൻറ്റഡ് ലിപ് ബാം ഇതിൽ വേറെ ഒന്നുമില്ല. ഇതിൽ നമുക്ക് ബട്ടറുകളും ഓയിൽസും ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷിയ ബട്ടർ, ആൽമണ്ട് ബട്ടർ, അങ്ങനെയുള്ള ബട്ടറുകളും പ്ലസ് നമുക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. വിറ്റമിൻ ഇ ഓയിൽ, കാസ്റ്റർ ഓയിൽ, അതുപോലെ തന്നെ നമുക്കിതിൽ എഡിബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കളർ വന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ഹെർബൽ രീതിയിൽ ഉണ്ടാക്കണ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതേ ഞാൻ കാണിച്ചു തരാം. നമുക്കിതേ 4 ടിൻറ്റുകളാണ് വരുന്നത്.
ഒരു ബേബി പിങ്ക്, ഡീപ്പ് മെറൂൺ, ചോക്ലേറ്റ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഓരോന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഓരോ കളർ. ഇത് വന്നിട്ട് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതാണ് ചോക്ലേറ്റ്. വെണ്ണിലി കളറാട്ടോ ചോക്ലേറ്റ് കളറ്. ഇത് ചോക്ലേറ്റ് ആണ് ഞാൻ എപ്പോഴും ഇടാറ്. പിന്നെ ബേബി പിങ്കും ഒക്കെ ലൈറ്റാണ്. പിന്നെ ബേബി പിങ്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡാർക്ക് അല്ലെങ്കിൽ ഡീപ്പായിട്ട് തോന്നിയെങ്കിലും ഇത് നമ്മുടെ ലിപ്സിലെ ബേബിയുടെ ലിപ്സ് മാതിരി തോന്നിക്കണ ആ ഒരു കളറാട്ടോ. ലൈറ്റായിട്ട് വരുമ്പോഴേ വളരെ ലൈറ്റായിട്ടൊരു ബേബിയുടെ ആ ഒരു കളറാണ് വരിക. ബേബികളുടെ ചുണ്ടില്ലേ ആ ഒരു കളറ്. ഇത് വന്നിട്ട് ഡീപ്പ് പിങ്ക് ആണ്. അത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ല വെയിൽ ഉദിച്ചു കൂട്ടാ. കുറുക്കൻ്റെ കല്യാണം തോന്നുന്നുണ്ട്. മഴയും വെയിലൊക്കെ ഒരുമിച്ച. പണ്ടൊക്കെ അമ്മാമ്മമാരോ അമ്മച്ചിയൊക്കെ പറയണ കേൾക്കാറുണ്ട് കുറുക്കൻ്റെ കല്യാണം. ഡീപ്പ് മെറൂൺ. അപ്പോൾ അത് നല്ല, ഇത് സാധാരണ ലിപ് ബാം പോലെയല്ല, നമുക്കൊരു ലിപ്സ്റ്റിക്ക് പോലെ ഫീൽ ചെയ്യണതാട്ടോ. അപ്പോൾ ഇതിങ്ങനെ 4 കളറുകളാണ് നമുക്ക് വരുന്നത്. നല്ല കളറുകളാട്ടോ. പിന്നെ ഇത് വന്നിട്ട് തുടച്ചാൽ പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ അത്രയ്ക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് കളർ അങ്ങനെ എന്താ പറയുക സ്മജ് ഫ്രീ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമല്ല. പക്ഷെ ഇത് വന്നിട്ട് നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ചാൽ പോവില്ല. ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അതായത് നമുക്കിങ്ങനെ അങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ ഇടയ്ക്ക് റീഅപ്ലൈ ചെയ്യണം. നമുക്ക് ഡീപ്പ് മെറൂൺ ഒന്ന് ഇട്ട് കാണിച്ചാൽ ഇതിന് മുകളിൽ കൂടെ ഇടണം കേട്ടോ. ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു രസത്തിന് കാണിക്കുന്നത് അത്ര. ഫേസ് ഒന്ന് ചെറുതായിട്ടൊരു നനവ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്കിനി സിറം. അപ്പോൾ ഈ സിറം നമ്മൾ വിറ്റമിൻ സി സിറാണ്. വിറ്റമിൻ സി സിറത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പാടുകൾ ഉണ്ടെങ്കിൽ മാറിയും. സ്കിന്നിൻ്റെ ഈ പുറത്തെ ലെയർ ഉണ്ടല്ലോ ഇതൊക്കെ നല്ലോണം ഹെൽത്തി ആക്കും. അതായത് എന്തെങ്കിലുമൊക്കെ ഡാമേജസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഹെൽത്തി ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്ലസ് നമുക്കൊരു ഇന്നർ, അതായത് ഒരു ഉള്ളിൽ നിന്ന് ഒരു ഹെൽത്തി ഗ്ലോ നമുക്ക് നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഈ മുകളിലത്തെ ലെയറിന് കിട്ടും. ഭയങ്കര നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വിറ്റമിൻ സി സിറം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നീലാസെറപ്സിൻ്റെ ഒരു ബോട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഇന്ന് വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നാളെ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റന്നാൾ നമുക്ക് ഒരു ദിവസം റിവിറ്റൻ സിറം യൂസ് ചെയ്യും. റിവിറ്റൻ സിറം എന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ്ങിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യണത്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൾനെസ് അല്ലെങ്കിൽ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറച്ച് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് റിവിറ്റൻ സിറം ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ 2 ഡേയ്സ് കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്യാനും നല്ലതാട്ടോ. എന്നും യൂസ് ചെയ്യാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മുടെ നീലാസെറപ്സിൻ്റെ വിറ്റമിൻ സി സിറാണ്. ജസ്റ്റ് 2-3 ഡ്രോപ്പ് ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളതും അത്രയും ഹെർബൽ ആയിട്ടുള്ള വിറ്റമിൻ സി സിറങ്ങളാട്ടോ, വിറ്റമിൻ സി ആണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും. വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് സ്കിന്നിന് പുറത്തുനിന്നൊന്ന് ഒരു ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ ആ സ്കിന്നിൻ്റെ ലെയർ ഉണ്ടല്ലോ നന്നായിട്ട് ക്ലിയർ ആവാനൊക്കെ സഹായിക്കും വിറ്റമിൻ സി സിറം. അത് നമ്മൾ പകല് യൂസ് ചെയ്യുക. പ്ലസ് നമുക്ക് അതിൻ്റെ കൂടെ സൺസ്ക്രീൻ ഇടണം കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ നല്ല പ്രൊഡക്റ്റാന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. പക്ഷെ ഒരു 3 മാസം നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്യണം. അതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ. പിന്നെ നമുക്കിത് പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാട്ടോ. പിന്നെ നമുക്ക് യൂണിസെക്സ് ആണ്. അതായത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാം. നമ്മൾ വീട്ടിലിപ്പോൾ ഭാര്യ മേടിക്കുകയാണെങ്കിൽ ഭർത്താവിനും കൂടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി വാങ്ങിക്കുകയാണെങ്കിൽ ചേട്ടനും അനിയനൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഇതില്ലാത്തതാ. അപ്പം നല്ല ഒടുക്കത്തെ വെയിലായി. ഇതെന്താ ചെയ്യുക? എങ്ങനെയാണ് പുറത്തുനിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ജാതി വെയിലും ചിലപ്പോൾ ജാതി ഡള്ളും ആവും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ലൈറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലൈറ്റ്, ആ ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് അതേ ലൈറ്റിലെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ അണ്ടർ ഐ സിറം മറന്നിട്ടുണ്ടായിരുന്നു. അതെ, അണ്ടർ ഐ സിറം. ഇത് വന്നിട്ട് കുക്കുംബറൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഈ സ്ക്രീൻ ടൈമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൂടുതലല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് അത്യാവശ്യമാണ്. പിന്നെ നമുക്കിങ്ങനെ ഭയങ്കര പഫി ഐസൊക്കെ ആയിട്ട് തോന്നിക്കും. അതിനൊക്കെ നല്ലതാണ്. അപ്പം എനിക്കൊക്കെ ഇത് അത്യാവശ്യം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ
ഒരുപാട് നേരം ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുറേ ഫോണുകൾ നോക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണമല്ലോ, നമ്മുടെ ചാനലാണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ ട്രെൻഡുകൾ, പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യമാണ്. ജസ്റ്റ് നമുക്കൊന്ന് സർക്കുലറിലായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് വിടാം, അത്രയും മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് മോയ്സ്ചറൈസറാണ്. എപ്പോഴും ഒരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അത് അത്യാവശ്യമാണ് കേട്ടോ. നമ്മൾ ഉള്ളിൽ നിന്ന് വെള്ളം കുടിക്കണം, അതേപോലെ തന്നെ സ്കിന്നിന് പുറത്തേക്കും ഈ ഒരു ഹൈഡ്രേഷൻ നമ്മൾ കൊടുക്കണം. അപ്പം ഇത് വന്നിട്ട് നിലാസെപ്സിൻ്റെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ. ഇതിന് പേരൊന്നും ഇല്ലാത്തത് ഞാൻ വീട്ടിലേക്ക് എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിക്കാഞ്ഞതാട്ടോ, വേറെ ഒന്നല്ല. നന്നായിട്ട് കുറച്ച് മതി, വാരി വലിച്ചൊന്നും നമ്മൾ കുറേ പ്രൊഡക്റ്റ് ഇട്ടതുകൊണ്ട് നമുക്ക് കുറേ ഗുണം കൂടുതൽ കിട്ടുമൊന്നുമില്ല. അതെപ്പോഴും മനസ്സിലാക്കുക. അത്യാവശ്യം വേണ്ടത് ഇപ്പം എൻ്റെ ആണെന്ന് വെച്ചിട്ട് ഞാൻ കുറേ വാരി വലിച്ചിട്ടുകൊണ്ട് എനിക്ക് അങ്ങനെ കൂടുതൽ റിസൾട്ട് കിട്ടണമെന്നില്ല. ജസ്റ്റ് നമ്മൾ എന്നും ചെയ്യണ കാര്യം, അത് കൺസിസ്റ്റൻസി എപ്പോഴും അത് കീപ്പ് ചെയ്യുക. ഒരു 3 മാസം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ പറയണ കാര്യം, ഒരു 100 പേര് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിലൊരു എപ്പോഴും പറയുമ്പോൾ അതും പറയണം, ചിലപ്പോൾ ഒരു 10% പേർക്ക് ചിലപ്പോൾ റിസൾട്ട് ഇല്ല എന്ന് വരും. അതിപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരേപോലെ അല്ല നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷെ എന്നാലും പറയണു, ഒരു അത്യാവശ്യം 1% കൂടുതൽ പേർക്കും നല്ല വ്യത്യാസമാണ്, നല്ല റിസൾട്ടാണ്. സ്ഥിരമായി മേടിക്കണവർ പിന്നെയും മേടിക്കുന്നത് അവർക്ക് നല്ലതായതുകൊണ്ടാണല്ലോ അവർ മേടിക്കുന്നത്. അപ്പോൾ അതേ സൺസ്ക്രീൻ, ഇത് വന്നിട്ട് കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷനാണ്, SPF 50 ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റാണ് നമ്മുടെ. അതുപോലെ നല്ലോണം ബ്ലെൻഡ് ആവും, പിന്നെ നല്ല പ്രൊട്ടക്ഷനും ഉണ്ട് കേട്ടോ. അതെ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ 2 ഫിംഗറിൽ എടുക്കും. ഇത് നമുക്ക് അങ്ങനെ എടുക്കാനും എളുപ്പമാണ്, ഇങ്ങനെ പ്രസ് ചെയ്ത്. പിന്നെ ജസ്റ്റ് ഒരു ഫിംഗറും കൂടി എടുത്തിട്ട് നെക്കും നമ്മൾ വിട്ടുപോകരുത്, ഇട്ടിട്ട് അതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ചില നേരത്ത് ബ്ലെൻഡ് ചെയ്യാനൊക്കെ വിടുട്ടാ, ഇങ്ങനെ ആക്കും. പക്ഷെ കൂടുതൽ ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുള്ളൂ, ഇങ്ങനെ എല്ലാവരുടെയും. നെക്കിലൊക്കെ നമുക്കിങ്ങനെ അണ്ടർ ഐസിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടാം. തുടച്ച് കളഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ, ജസ്റ്റ് എല്ലാവരുടെയും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഉണ്ടോ, പെട്ടെന്ന് തന്നെ സെറ്റ് ആവും. പിന്നെ അങ്ങനെ വൈറ്റ് കാസ്റ്റ് നോക്കിയ അങ്ങനെ ഇല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. സമാധാനമായില്ല. ഇപ്പോൾ നമ്മൾ എല്ലാം ചെയ്തു, സെറ്റായി. ഇനി വെള്ളം കുടിക്കണം, അത് വേറെ കാര്യം മറക്കരുത്. പിന്നെ എനിക്ക് നിങ്ങളടുത്ത് കാണിച്ചു തരാനുള്ളത്, ഇത് നമ്മുടെ ന്യൂ പ്രൊഡക്റ്റ് ആണ്, നമ്മുടെ അണ്ടർ ആംസിലെ റോൾ-ഓൺ ആണ്. ഇത് ഞാൻ ട്രൈ ചെയ്യുന്നതാട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഇപ്പം എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല. അണ്ടർ ആംസ് നല്ല വ്യത്യാസമുണ്ട്. ഇത് വന്നിട്ട് സാധാരണ പോലെയല്ല, ആൽക്കഹോളൊന്നുമില്ല, ഹെർബൽ അണ്ടർ ആം റോൾ-ഓൺ ആണ്. ഇറങ്ങിയിട്ടില്ല, ഇറങ്ങണേ ഉള്ളൂ. ഞാൻ പക്ഷെ യൂസ് ചെയ്യും. ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് പറ്റി കൊടുക്കും. ഇത് വന്നിട്ടൊരു ക്രീമി മാതിരി ഇരിക്കുക, അങ്ങനെ നോക്കി അറിയാൻ പറ്റും. എൻ്റെ അണ്ടർ ആംസ് ഞാൻ കാണിച്ചു തരട്ടെ, ഇവിടെ പിക്ക് കാണിച്ചു തരട്ടെ. ഇതുമാതിരി ആയിരുന്നു എൻ്റെ പ്രഗ്നൻസി ടൈമിൽ. അതൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപാട് പാടുപെടുന്നു നമ്മൾ പെടുട്ടോ. അത്രയും സമയം എടുത്തു, നല്ല പിഗ്മെൻറ്റേഷൻ ആയിരുന്നു. ഓൾസോ നെക്ക് നല്ല കറുപ്പായിരുന്നു. പിന്നെ നമ്മുടെ തുടയുടെ 2 ഭാഗമില്ല, അവിടെയൊക്കെ അങ്ങനെ കരിക്കട്ട മാതിരി ഇരുന്നായിരുന്നു. അപ്പം ഇത് നമ്മളിത് ഇതുമാതിരി അങ്ങനെ റോളോ ഒരു ക്രീം മാതിരി കണ്ട, ക്രീമി മാതിരി അങ്ങനെയാട്ടോ ഇരിക്കണത്. അപ്പം അത് ഞാൻ പറ്റി കൊടുക്കും. അത് കുളി കഴിയുമ്പോൾ പിന്നെ ജിമ്മിന് പോകുമ്പോഴും പറ്റും. നമ്മൾ 2 സൈഡിൽ തന്നെ പറ്റി. ഇത് പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങും, ഈ അടുത്ത് തന്നെ ഇറങ്ങും. നമുക്ക് വേറെ ഒരു പ്രൊഡക്റ്റും കൂടി നമുക്ക് ഒരുമിച്ചാണ് ഇറങ്ങണ്ടാവുക. നല്ല മസിലാന്നല്ലക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പോയിട്ട് ജിമ്മിൽ. അപ്പം ഈ റോൾ-ഓൺ ചെറിയൊരു നൈസായിട്ടുള്ളൊരു സോഫ്റ്റ് സ്മെല്ലുണ്ട്. അതായത് നമുക്ക് വല്ലാണ്ട് ഹാർഷായിട്ടുള്ളതല്ല, ഈ ഹെർബൽ പ്രൊഡക്റ്റിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രീമി മാതിരി ഇരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കുളി കഴിയുമ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കൂടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ഞാൻ പിന്നെയും പറയുന്നു, 3 months യൂസ് ചെയ്യണം. പിന്നെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് വേണം. അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് മാറ്റം വരില്ല. അപ്പോൾ ഡോക്ടറെ കാണാം. നമുക്ക് കൂടുതലായിട്ടുള്ള ആക്നേസ്, കട്ട കുത്തിയിട്ടുള്ള ആക്നേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. മസ്റ്റായിട്ട് വേണ്ട ചെക്കപ്പുകളൊക്കെ ചെയ്യുക. പിന്നെ ചെറുതായിട്ടൊക്കെ എക്സസൈസ്, ഫുഡ്, നന്നായി വെള്ളം കുടിക്കുക, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.